നമസ്കാരം, എല്ലാവർക്കും ഹൈഫൈ ജോബ്സിൻ്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് കേരള സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഥവാ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു വയ്ക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. ഇതാണ് കേരള PSC ഒക്ടോബർ 1 പുറത്തിറക്കിയ ഒരു നോട്ടിഫിക്കേഷൻ. ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വരുന്ന കാറ്റഗറി നമ്പർ 125/2020 ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്കാണ് നിലവിൽ നിയമനം നടത്താൻ PSC ഉദ്ദേശിക്കുന്നത്. ഈ ഒരു അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ജോബിന് ലഭിക്കുന്ന സാലറി ഏകദേശം 39,500 രൂപ മുതൽ 83,000 രൂപ വരെയായിരിക്കും. മാത്രമല്ല നമ്പർ ഓഫ് വേക്കൻസീസ്, അതായത് 41 ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 41 ഒഴിവുകളിലേക്കാണ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ കേരള PSCയിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. ഈ ഒരു കാറ്റഗറി നമ്പർ 125/2020 സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അവിടെ നിന്നും യോഗ്യരായവർ ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ അതിന് വേണ്ട ഏജ് ലിമിറ്റ് പറയുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. മാത്രമല്ല SC/ST കാൻഡിഡേറ്റ്സിന് ഗവൺമെൻറ് നോംസ് അനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പോസ്റ്റിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഈ ഒരു അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആവശ്യം. അതുകൊണ്ട് തന്നെ സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. സിവിൽ എഞ്ചിനീയറിംഗിൽ അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യയിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇതൊരു നല്ല അവസരമാണ്, കാരണം 41ഓളം വേക്കൻസികൾ നിലവിലുണ്ട്. പിന്നെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ ഒരു പാർട്ട് 2 വരുന്നത് ഡിപ്പാർട്ട്മെൻറ്റൽ കോട്ടയാണ്. അതായത് നിലവിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരിൽ നിന്നും അപേക്ഷകൾ സ്വീകരിക്കുന്നതാണ്. അവർക്കും ക്വാളിഫിക്കേഷൻ വരുന്നത് ഇത് തന്നെയാണ്, ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അത് ഡിപ്പാർട്ട്മെൻറ്റൽ കോട്ടയാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. അതായത് കേരള PSCയിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവർ കേരള PSCയുടെ ഈ ഒരു പേജ് വഴി നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്യുക. അതിനുശേഷം നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറി നമ്പർ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരു കാറ്റഗറി നമ്പർ 125/2020 എന്ന് നൽകിയിട്ടുണ്ടാവും. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പോസ്റ്റ് സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത്. ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടതിൻ്റെ അവസാന തീയതി എന്ന് പറയുന്നത് നവംബർ 4 ബുധനാഴ്ചയാണ്. രാത്രി 12 മണി വരെയായിരിക്കും സമയം. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് നൽകുക. മാത്രമല്ല ഈ ഒരു ക്വാളിഫിക്കേഷനുള്ള എല്ലാവരും നവംബർ 4 രാത്രി 12 മണിക്ക് മുൻപേ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.